ഇൻട്രൊഡക്ഷൻ ടു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്? ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനായി ബന്ധപ്പെടുത്തി ഞാൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജിയെ പറ്റി പറയാം. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി കേൾക്കുന്ന കുറച്ച് വാക്കുകളാണ് സ്റ്റഡി അറ്റ് ഹോം, വർക്ക് അറ്റ് ഹോം, ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ മീറ്റിംഗ്സ്. ഇങ്ങനെ ഒരുപാട് ടെക്നോളജി, ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ബട്ട് ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഇതുവരെ. ഈ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ, ഇങ്ങനെയൊക്കെ ടെക്നോളജി ഉണ്ട്, ഇങ്ങനെയൊക്കെ മീറ്റിംഗ്സും ക്ലാസ്സസും ഒക്കെ കണ്ടക്ട് ചെയ്യാം, അതുപോലെ നമുക്ക് സ്റ്റഡി അറ്റ് ഹോം അല്ലേ. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരുന്നാണ് ഈ ഒരു ക്ലാസ് കാണുന്നത്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറ്റി നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല അല്ലേ. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത സെമിസ്റ്ററിൽ ഇങ്ങനെ ആയിരിക്കും ക്ലാസ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഇവിടെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ഇന്റർനെറ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്കൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി എന്താണെന്ന് നോക്കാം. Cloud computing is the on-demand availability of computer system resources such as data storage and computing power without direct active management by the user. Cloud computing എന്ന് പറയുന്നത് ഒരു യൂസറിന് അയാളുടെ ആവശ്യത്തിനനുസരിച്ച് അയാൾക്ക് വേണ്ട സമയത്ത് കമ്പ്യൂട്ടർ സിസ്റ്റം റിസോഴ്സസ്, അതായത് ഡേറ്റ സ്റ്റോറേജ്, കമ്പ്യൂട്ടിംഗ് പവർ, ഇതൊക്കെ ലഭിക്കുന്ന ടെക്നോളജിയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ യൂസർ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അയാൾക്ക് ആവശ്യമുള്ള റിസോഴ്സ്, കമ്പ്യൂട്ടിംഗ് പവർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇസ് ദ ഓൺ ഡിമാൻഡ് അവൈലബിലിറ്റി ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം റിസോഴ്സസ് such as data storage, computing power without direct active management by the user. Okay, next. Cloud computing lets you access all your applications and documents from anywhere in the internet and making it easier for group members in different locations to collaborate. Cloud computing technology യൂസ് ചെയ്താൽ നമുക്ക് നമ്മളൊരു ഡോക്യുമെന്റ് എവിടെ നിന്ന് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതുപോലെ ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് വി ആർ ഡൂയിങ് ഗ്രൂപ്പ് പ്രോജക്റ്റ് ആൻഡ് അവർ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആർ അറ്റ് ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ്, പല സ്ഥലങ്ങളിലായിരിക്കും. വലിയ പ്രോജക്റ്റ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ആ പ്രോജക്റ്റിലെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡിഫറെന്റ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ അവർക്ക് തമ്മിൽ കോണ്ടാക്ട് ചെയ്യാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ഐഡിയാസ് ആൻഡ് ഫയൽസ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക, അങ്ങനെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു സിസ്റ്റത്തെ പറയുന്നതാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. ആ കൊളാബറേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഓൺലി വി ഹാവ് ടു നീഡ് ഇസ് വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ എനി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡേഴ്സ് ഓർ സർവീസസ്. ഓക്കെ, ഒരു ട്രഡീഷണൽ കമ്പ്യൂട്ടിംഗിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് വി ആർ ക്രിയേറ്റിംഗ് എ ഫയൽ ഇൻ അവർ ഓഫീസ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ. ഓക്കെ, നമ്മുടെ ഓഫീസിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഫയലിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഡേ അതേ സിസ്റ്റത്തിൽ അപ്രോച്ച് ചെയ്യണം. ആ സിസ്റ്റത്തിൽ പോയിട്ട് വേണ്ടി വരും ആ ഒരു ഫയൽ എടുത്ത് അതിൽ എഡിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെയാണ് നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലല്ല, അതേസമയം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഒരു ക്ലൗഡിലാണ് സേവ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. So first property is cloud computing is user centric.
Users have more control, more choices, and more flexibility in accessing and sharing his documents and applications. Cloud computing technology usersന് ഒരുപാട് flexibility കൊടുക്കുന്നുണ്ട് for accessing and sharing his documents. ഒരു യൂസർ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആ ഡോക്യുമെന്റിന്റെ പെർമിഷൻസ് ആക്സസ് പെർമിഷൻ കൊടുക്കാനും ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് യൂസറിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെന്റ് അയാൾ ഷെയർ ചെയ്യുന്ന സമയത്ത് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനാണോ അല്ലെങ്കിൽ ആ ഡോക്യുമെന്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ ആണോ അതൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മളെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് യൂസർ സെൻട്രിക് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടാസ്ക് സെൻട്രിക്. Instead of giving importance to an application, the focus is on what you need done and how the application can do it for you. Task centric എന്ന് പറഞ്ഞാൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡോക്യുമെന്റിനാണ്, അല്ലാതെ ആ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനല്ല. ആ ഡോക്യുമെന്റ് ഒരു യൂസർ റിക്വസ്റ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഓർ സർവീസ് അത് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് യൂസർക്ക് അത് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ അത് ചെയ്തു കൊടുക്കുന്ന ആപ്ലിക്കേഷന് ഇമ്പോർട്ടൻസ് ഇല്ല. അതുകൊണ്ടാണ് ടാസ്ക് സെൻട്രിക് ഓർ ഡോക്യുമെന്റ് സെൻട്രിക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, cloud computing is powerful. That is, applications and files are hosted on a cloud consisting of thousands of computers. Cloud computing എന്ന് പറഞ്ഞാൽ തന്നെ thousands of servers അത് കണക്ട് ചെയ്തിട്ടുള്ളതാണ് ക്ലൗഡ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി, ഹൈ പവർ, ഇതൊക്കെ നമുക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻറ്റേജസ് ആണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഒരു ലാർജ് ഫയൽ സ്റ്റോർ ചെയ്യണം, നമുക്കറിയാം ഒരു PC, ഡെസ്ക്ടോപ്പ് PC നമുക്ക് എന്തുമാത്രം ഫയൽസ് സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാവുന്നതാണ്. അതേസമയം നമുക്ക് എത്ര ഫയൽസ് വേണമെങ്കിലും, എത്ര സൈസുള്ള ഫയൽസ് വേണമെങ്കിലും നമുക്ക് ക്ലൗഡിൽ സ്റ്റോർ ചെയ്യാം. ഓക്കെ, അതിന് നമ്മുടെ PCയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഡയറക്ട്ലി വി ക്യാൻ സ്റ്റോർ ഇറ്റ് ഇൻ എ ക്ലൗഡ് സെർവർ. ആൻഡ് ഓൾസോ ദ കമ്പ്യൂട്ടേഷൻസ്, നമ്മൾ ചെയ്യുന്ന കമ്പ്യൂട്ടേഷൻസ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈ ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് വേറെ വേറെ ടെക്നോളജി, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് ആ രീതിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പാരലൽ കമ്പ്യൂട്ടിംഗ്, ഇതൊക്കെ നമുക്ക് ഹൈ പവറുള്ള സെർവേഴ്സ് യൂസ് ചെയ്തിട്ട്, ഹൈ പവർ CPU ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് മോർ പവർഫുൾ ആണ് എന്ന് പറയാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇസ് ആക്സസിബിൾ. ദാറ്റ് ഇസ്, since the data is stored in multiple servers, we can instantly retrieve information. അതായത് ഒരു ഡാറ്റ മൾട്ടിപ്പിൾ സെർവേഴ്സിലായിരിക്കും സേവ് ചെയ്തിട്ടുണ്ടാവുക. ഒരു ഡാറ്റ തന്നെ അത് മൾട്ടിപ്പിൾ സെർവേഴ്സിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. സപ്പോസ് ഒരു സിംഗിൾ സെർവർ മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് ആ ഒരു സെർവറിലേക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് പ്രോസസ് ചെയ്യാൻ സമയം എടുക്കേണ്ടി വരും. സോ വി ഹാവ് ടു വെയിറ്റ് അൺടിൽ അവർ ടേൺ കംസ്. പക്ഷെ ഈ ഒരു കേസിൽ ദർ വിൽ ബി മൾട്ടിപ്പിൾ സെർവേഴ്സ്. അതുകൊണ്ട് നമ്മൾ റിക്വസ്റ്റ് പ്രോസസ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു സെർവറിലായിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ റിക്വസ്റ്റ് വരുമ്പോൾ കൂടുതൽ സെർവേഴ്സ് ഉള്ളതുകൊണ്ട് ആ റിക്വസ്റ്റുകളൊക്കെ പെട്ടെന്ന് പ്രോസസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇറ്റ്സ് മോർ ആക്സസിബിൾ. നമ്മുടെ ഡാറ്റ നമുക്ക് പെട്ടെന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇത് മോർ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഡാറ്റ എന്തെങ്കിലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ PCയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ഡെസ്ക്ടോപ്പ് PCയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഒരു ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടതാ. അല്ലെങ്കിൽ നമ്മളത്
ബാക്കപ്പ് ചെയ്ത് വെക്കേണ്ടിയിരുന്നോ? ബാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡാറ്റ നമുക്ക് പിന്നീട് കിട്ടുന്നതല്ല. പക്ഷെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ കേസിൽ നമ്മൾ ആ ഒരു ഡാറ്റ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ അവർ ഡേറ്റ വിൽ ബി സേവ്ഡ് ഇൻ മൾട്ടിപ്പിൾ സെർവേഴ്സ്. Then cloud computing is intelligent. Data mining and analysis are applied to access the information in an intelligent manner. നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റ നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുമെന്ന്. ആ ആക്സസിങ്ങിൽ തന്നെ ഡാറ്റ മൈനിങ് അനാലിസിസ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ആയിരിക്കും കിട്ടുക. നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏതാണോ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ, അത് നമ്മൾ ആ ഒരു റിക്വസ്റ്റിൽ നിന്ന് ഡാറ്റ മൈനിങ് ടെക്നോളജി യൂസ് ചെയ്തിട്ട്, അതായത് ഒരു ഇന്റലിജന്റ് മാനറിൽ നമുക്ക് ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാൻ സാധിക്കും. പ്രോഗ്രാമബിൾ, ദാറ്റ് ഈസ് മെനി ഓഫ് ദി ടാസ്ക് നെസസറി വിത്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മസ്റ്റ് ബി ഓട്ടോമേറ്റഡ്. ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഡാറ്റ മൾട്ടിപ്പിൾ സെർവേഴ്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമെന്ന്. സപ്പോസ് നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്ത ഒരു സെർവർ ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്കൊരു നമ്മളെ ഡാറ്റ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുണ്ടാവും. പക്ഷെ ഈ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജി അത് ഓവർകം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇറ്റ്സ് പ്രോഗ്രാമബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഇഫ് ദർ ഇസ് എനി crash in any servers, all the data stored in that server will automatically copied into another one. That is, ഒരു replicated ചെയ്യുന്നതാണ്. ഡാറ്റാസ് ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്യും. അതായത് ഒരു സെർവർ ക്രാഷ് ആയി കഴിഞ്ഞാൽ ആ സെർവറിലുള്ള ഡാറ്റയൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത സെർവറിലേക്ക്, തൊട്ടടുത്ത ഏതെങ്കിലും വേറൊരു സെർവറിലേക്ക് ഓട്ടോമാറ്റിക്കലി കോപ്പി ചെയ്യപ്പെടും. ഇതുകൊണ്ടാണ് അത് പ്രോഗ്രാമബിൾ ആണെന്ന് പറയുന്നത്. Okay. Next, we can discuss before the cloud. What was there before the cloud and how we did all our functions in the internet before the cloud. ഈ ഫിഗറിൽ നിങ്ങൾക്ക് ട്രഡീഷണൽ സർവീസും ക്ലൗഡ് സർവീസും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ കഴിയും. ഓക്കെ, ട്രഡീഷണൽ സർവീസിൽ നമുക്ക് കാണാം ഇവിടെ കസ്റ്റമർ എൻവയോൺമെന്റിൽ IT ഇൻഫ്രാസ്ട്രക്ചർ, സർവീസ്, എൻഡ് യൂസർ, ഇതെല്ലാം കസ്റ്റമർ എൻവയോൺമെന്റിൽ ഉണ്ടാവും. ഇതാണ് ഒരു ട്രഡീഷണൽ സർവീസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മുടെ ഇൻഫർമേഷനാണ് നമുക്ക് സർവീസ് പ്രൊവൈഡേഴ്സ് തരുന്നത്. അതിന് നമുക്കൊരു ഇന്റർനെറ്റ് കണക്ഷൻ ആവശ്യമുണ്ട്. ഓക്കെ, അതുപോലെ ക്ലൗഡ് സർവീസിൽ ഇവിടെ കസ്റ്റമർ എൻവയോൺമെന്റിൽ എൻഡ് യൂസർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഓൾ ദി അതർ things, that is IT infrastructure, services and information will be provided by the cloud service providers. ഒരു ട്രഡീഷണൽ സർവീസിനെയും ക്ലൗഡ് സർവീസിനെയും നമുക്ക് എങ്ങനെ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. സപ്പോസ് ഒരു ട്രഡീഷണൽ സിസ്റ്റത്തിൽ നിങ്ങൾ ഒരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം? അതായത് നമുക്കൊരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഓർ PC അത് നിർബന്ധമാണ്. ഞാൻ പറയുന്ന ട്രഡീഷണൽ സിസ്റ്റത്തിന്റെ കേസാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേഷൻ സോഫ്റ്റ്വെയർ. ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് ഓഫീസ്. വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ആ വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. ഓക്കെ, ഇതാണ് ഒരു ട്രഡീഷണൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ട്രഡീഷണൽ സിസ്റ്റത്തിൽ കസ്റ്റമർ എൻവയോൺമെന്റിൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റം. അതുപോലെ സർവീസ്, ആ സർവീസ് എന്ന് പറയുന്നത് നമ്മളെ മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഓക്കെ, ഇതുണ്ടെങ്കിൽ മാത്രം, ഇത് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ
നമുക്ക് ഒരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഓക്കെ, ഇനിയൊരു ക്ലൗഡ് സർവീസ് എങ്ങനെ നമ്മളെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് വേർഡ് ഡോക്യുമെന്റ്, എക്സൽ ഡോക്യുമെന്റ്, ഇതൊക്കെ ഡോക്യുമെന്റ്സ് നമുക്ക് ക്ലൗഡ് സർവീസ് പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ഷീറ്റ്, ഗൂഗിൾ ഡോക്സ്. അപ്പോൾ നേരത്തെ എടുത്ത കേസ് പോലെ നമുക്കൊരു വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നേരിട്ട് നമുക്ക് അതിലേക്ക് വേർഡ് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇതാണ് ഒരു ട്രഡീഷണൽ സിസ്റ്റവും ഒരു ക്ലൗഡ് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. നേരത്തേത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് എ ക്ലൗഡ് സർവീസ് there is no need to install any of such softwares. അപ്പോൾ അങ്ങനെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഫെസിലിറ്റീസും നമുക്ക് ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഒരു ട്രഡീഷണൽ സർവീസും ക്ലൗഡ് സർവീസും തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു.